സ്കിൻ ഗ്ലോ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി രണ്ട് നല്ല അതും വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് നല്ല റെസിപ്പീസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയതും ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയതുമായ രീതിയിലാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. ഷുഗർ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ആർക്കും വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കും വലിയവർക്കും കഴിക്കാൻ പറ്റിയ നല്ല രണ്ട് റെസിപ്പീസാണ് തയ്യാറാക്കുന്നത്. ഇതൊന്ന് ഒരു മാസം അടുപ്പിച്ച് കഴിച്ച് നോക്കിയിട്ട് റിസൾട്ട് വന്ന് കമൻറ്റ് ചെയ്യണേ. പുതിനയിലൊക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണേ. മഞ്ഞപ്പൊടിയിലും ഉപ്പിലും ഒക്കെ വെച്ച് കഴുകി എടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കണേ. ഫ്രഷായിട്ട് എടുക്കാൻ കഴിയുന്നതാണെങ്കിൽ അതെടുക്കണേ. ഒരുപാട് വിഷം അടിച്ചിട്ടൊക്കെ ആ പുതിനയില നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പുതിനയില എടുക്കാം. അതിലേക്ക് ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ ചെറിയ കഷ്ണം വേണം. അത് ഗ്യാസിനൊക്കെ നല്ലതല്ലേ, വയറിനൊക്കെ നല്ലതാണ് ഇഞ്ചി ചേർത്ത് കഴിക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കുക്കുംബർ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മല്ലിയിലയും ഇഞ്ചിയും എല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളം അരിയാനായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് അരയ്ക്കുന്നുണ്ട്. നമ്മുടെ കുക്കുംബറിൽ ഫുള്ളായിട്ട് വെള്ളമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു മിനിറ്റ് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മിറാക്കിൾ ജ്യൂസ് തന്നെയാണത്. ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറും ഫുള്ളാവും. പിന്നെ സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ടും നല്ലതാണ്. ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ചിയ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു മാസം അടുപ്പിച്ച് കഴിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആവും. അടുത്ത ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 ക്യാരറ്റും 2 തക്കാളിയാണ് എടുത്തത്. അതിൽ 1.5 തക്കാളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ചെറിയ കഷ്ണം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിയാൻ എളുപ്പത്തിന് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തതിന് ശേഷം പിന്നെയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ക്യാരറ്റ് തക്കാളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നോട്ടിഫിക്കേഷനിൽ ഓൾ ഓൺ ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.